എൻ്റെ 80 രൂപ പോലും. എന്താ അമ്മയുടെ പ്രശ്നം ശരിക്കും? അവരമ്മേനെ തുപ്പും. അതൊന്നും അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല. നമ്മളെവിടുന്ന് സാധനം മേടിക്കണം. എനിക്കെന്തായാലും സുഖം. എനിക്ക് നാളെ തംബ്നെയിലേക്ക് ഇടാൻ ഒരു സബ്ജക്റ്റായി. 80 രൂപയ്ക്ക് വേണ്ടി കരഞ്ഞ അമ്മ. ഹായ്, ഞങ്ങളിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒന്നാമത്തെ കാര്യം ഹെൽത്ത് കെയറിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഫിഷൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കിന് അടുപ്പിച്ചായി. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ അല്ലേ? ഇതൊന്നും മിണ്ടാത്ത എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല, മിണ്ടാനുള്ള എനർജിയായി വരുന്നേ ഉള്ളൂ. എന്താ ഡോക്ടറെ അടുത്തോട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചാലും പറയട്ടെ? ഡോക്ടറെ അടുത്ത് പോകുന്നത് തന്നെ അടുത്ത് ഞാൻ. എന്താ എപ്പോൾ തുടങ്ങി പരിപാടി? കഴിഞ്ഞ സെപ്റ്റംബർ തുടങ്ങിയതല്ലേ അല്ലേ? എൻ്റെ അമ്മോ, ഹോസ്പിറ്റലിൽ വീട്. മീൻ ഇവിടെ പറഞ്ഞിട്ട് പോട്ടെ. അപ്പം നമ്മൾ വരുമ്പോഴത്തേനും ഒരു വെട്ടി റെഡിയാക്കി വെച്ച് ചെല്ലേ. ഇവിടെ ഇട്ട ഇല്ല, പോയിട്ടോ. ബ്ലോക്ക് ആവില്ല എന്ന് വിശ്വസിക്കാതെ. ബ്ലോക്കായി ഞാൻ വിളിക്കാം. പൊക്കോ. കയ്യിൽ മൈക്കുണ്ടെന്ന് നോക്കണേ കേട്ടോ. അമ്മച്ചീനെ പോലെ ഒരാൾ പെണ്ണു കയ്യിൽ മൈക്കുണ്ടോ, സൂക്ഷിക്കണേ. അപ്പം നമ്മളങ്ങനെ മീനും കൂടെ ലാസ്റ്റ് മേടിച്ചില്ല. ഇനിയുണ്ട്. ഇനി അവിടെ പറഞ്ഞു വെച്ചിട്ട് രാവിലെ പറഞ്ഞു വെച്ചില്ലേ? അവിടുന്ന് ഇവിടെ വന്നപ്പം ഇവിടുന്ന് മീൻ മേടിച്ചു. പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചെടുത്ത് ഇവിടത്തിനൊക്കെ ഞാൻ കുറച്ചുകൂടെ വില കൂടുതലാണ് അല്ലേ അമ്മ? എത്ര വ്യത്യാസമുണ്ട്? 80 രൂപയുടെ വ്യത്യാസം. നമ്മളാ പറഞ്ഞു വെച്ചെടുത്ത് 80 രൂപയുടെ വ്യത്യാസമുണ്ട് ഇവിടത്തിനൊക്കെ. പിന്നെ പറഞ്ഞ് വെട്ടിപ്പിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് വേറെ വഴിയില്ല, മേടിക്കണം. വല്ലാത്തൊരു വ്യത്യാസമായി പോയല്ലോ. നോക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു. നമ്മൾ ഇതിൽ വരുന്ന വിചാരിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പാല് മേടിക്കാൻ വന്നതല്ലേ നമ്മള്? സാരമില്ല, എന്നാ ചെയ്യാൻ. ഇനി മേലിലായാലും നമ്മള് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മളവിടെ പോയി പിന്നെയും കുറേ നേരം നിൽക്കണ്ടേ? എന്നാൽ പിന്നെ പറഞ്ഞു വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നു വിചാരിച്ചില്ല. ഭയങ്കര അബദ്ധമായിട്ട്. ചിലപ്പോൾ ഇവിടെ വില കൂടുതലായിരിക്കും, അവിടെ വില കുറവായി. നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചില്ല. പാല് തീർന്നുകൊണ്ടെങ്കിൽ വന്നല്ലേ. അല്ല, 80 രൂപയുടെ വ്യത്യാസം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സാരില്ല, 80 രൂപയല്ലേ ഒരേ സാധനത്തിന്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അമ്മേ, സാരില്ലടോ. മീൻ തിന്നണ്ട വെച്ചാൽ മതി. ഒരു ഇച്ചിരി വില കൂടിയതോടെ നീ പറയുന്നേ. അത് ശരി. അമ്മയോട് കൊള്ളാലോ. പോട്ടെ 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 പോട്ടെ. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. എൻ്റെ 80 രൂപ പോലും. എന്താ അമ്മയുടെ പ്രശ്നം ശരിക്കും? ഇജാതിയൊക്കെ
അമ്മയുടെ 80 രൂപ പോകുന്ന സ്പോട്ടിലെത്തി. വളരെയധികം ഖേദപൂർവ്വം ഇറങ്ങി പോവാട് അല്ലേ? എന്ത് എത്ര വില കൂടുതൽ ചോദിക്കാൻ പോകണം? എന്താ വില കൂടുന്ന? ചെയ്യോ അമ്മ അവരമ്മ തുപ്പ് കിട്ടോ. അവിടെ മീൻ പറഞ്ഞ് വെച്ചതും പോരാ, അമ്മ എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അവരമ്മേന് തുപ്പും. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല. നമ്മളെവിടുന്ന് സാധനം മേടിക്കണം. എനിക്കെന്തായാലും സുഖം. എനിക്ക് നാളെ തമ്പനയിലേക്ക് ഇടാൻ ഒരു സബ്ജക്റ്റായി. 80 രൂപയ്ക്ക് വേണ്ടി കരഞ്ഞ അമ്മ. ചെല്ലു പോയിട്ടോ. 2 മണി. മറൈൻ ഡ്രൈവിൽ ഏറ്റവും വലിയ മൈജി 11-ാം തീയതി തുറക്കുന്നു പറഞ്ഞു. നാളെ എൻ്റെ മെസ്സേജ് വന്നേക്കുന്നു. മഞ്ജുവായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. നോയിസ് ക്യാൻസലേഷൻ പ്രോസസ്സിംഗ് പറഞ്ഞോണ്ടാ കാണിച്ചോണ്ടിരിക്കുന്നത്. അത് വേറെ VI-യുടെ വിളിച്ചാൽ മതി എന്നെ. കാറിലിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റിയുടെ സൗണ്ട് കിട്ടും. വിളിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. ആയിട്ടില്ലെങ്കിൽ മീനും കൊണ്ട് വരുന്നുണ്ട് ചോട്. കിട്ടിയ മോളെ? നമുക്ക് മീൻ കിട്ടിയ മോളെ? അവരെന്ത് പറഞ്ഞു? അവരെന്താ, അവർക്ക് മനസ്സിലായില്ല അത് മീൻ വിട്ട് തന്നിട്ട് പോയാലൊന്നും. അല്ല, അവർക്കറിയാം. പിന്നെ അതാവുന്നില്ല, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കും. അപ്പൊ അവര് ചോദിച്ചല്ലോ എന്താ തന്നിട്ട് പോയത്, അവർക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അതാ വെല്ലിപ്പച്ചനല്ലേ. അയ്യോ എന്റെ ദൈവമേ. സെൽറ്റോസ് അടിപൊളിയാണല്ലോ, പുതിയ സെൽറ്റോസ് ഇതല്ലേ? നോക്കിയേ, ശരിയാ. ഷേപ്പ് മാറി കേട്ടോ. അതിന്റെ ഷേപ്പ് മാറി, നേരെ പോലെ ഇത് മാറി, ലുക്ക്. അതിന്റെ ആ ലുക്കല്ലേ? ഷേപ്പ് മാറുമ്പോ ലുക്ക് മാറുമല്ലോ. ഇന്നൊരു മഴക്കാറല്ലേ, പക്ഷെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്തിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴാ മഴ പെയ്ത്? നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മഴ കിട്ടിയില്ല. പോകുന്ന വഴിക്ക് മഴ പെയ്തില്ല, അതിന് മഴ പെയ്തില്ല. പാട്ടുണ്ടോ ആ പാട്ട്? എന്റെ പാട്ടിൽ നമ്മൾ ഇച്ചിരി പേപ്പറും കൊണ്ട് ഇതിനകത്ത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസം. ഇനിയിപ്പോ വരുന്ന ആൾക്കെത്തും. 15 രൂപയാവും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൊടുക്കാതെ. 15 രൂപയ്ക്ക് 15 രൂപ കൊടുക്കാതില്ലേ? കിട്ടുന്ന അവിടെ വെച്ചോടല്ലേ. ഇതിപ്പോ ഈ വണ്ടി മൊത്തം മറ്റേ പേപ്പറാ. നീ ഒരു വീട്ടിലിപ്പല്ലേ വീട്ടില് എടുത്ത് കൊടുക്കണം. വണ്ടി ഇതിനകത്ത് പേപ്പർ ഇരുന്ന കാര്യം മറന്നു. രാവിലെ നിന്നോട് കൊണ്ട് പേപ്പർ എടുപ്പിച്ചിരുന്നു. ഞാനും അത് മറന്നു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോഴത്തെ പേപ്പർ ഉണ്ടായിരുന്നല്ലോ എന്ന്. ഓ, നമ്മളെപ്പോ പോയതാ വീട്ടിൽ നിന്ന്? ആരുടെ വിളിക്കുന്നു? ഇതാണ് ഇപ്പൊ ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ റോഡ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ചെളി കൂടെ ഇറക്കേണ്ടി വരും. അയ്യോ, മുമ്പിൽ വണ്ടി ഉണ്ടല്ലോ. ചെളിയിൽ കൂടെ ഇറക്കേണ്ടി വരുമോ? ആ വണ്ടി ഇങ്ങോട്ട് വരുവാണോ? എന്ത് ചെയ്യും? വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക. വേറെ വഴിയില്ലല്ലോ, നമുക്ക് പോണ്ടേ? സഹോദര സഹോദരി, ആരാണെങ്കിലും ആ വണ്ടി ഒന്ന് മാറ്റി തരേണ്ടതാണ്. സൈഡ്
പോവില്ല മോളെ, പോവില്ല പോവില്ല പോവില്ല. ഗ്യാസാണോ? ഗ്യാസ് വന്നു നമുക്ക്. നമ്മൾ ഗ്യാസ് മൂല 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 മൂല. ഈ മൂല അരികെ നോക്കണേ. ഒക്കെ ഞാൻ നോക്കിയോളാം. നോക്കിയാ വേസ്റ്റ് എടുക്കാൻ അയാൾ വന്നില്ലല്ലോ. എല്ലാ വീടിന്റെ മുമ്പിൽ കൂടെ വേസ്റ്റ് കൊടുക്കും. ഇന്നലെ പ്ലാസ്റ്റിക് അല്ലായിരുന്നോ? കമോൺ കമോൺ. മറ്റേ മീൻ്റെ കവർ ഇതിനകത്ത് തന്നെയാണോ ഉള്ളത്? അതമ്മ എടുക്ക്. രണ്ട് മുമ്പിൽ തന്നെയല്ലേ? ഞാൻ ഒരെണ്ണം താഴെ ഇരിപ്പുണ്ട്. മീൻ കവറുടെ അമ്മ എടുക്ക്, ബാക്കി ഞാൻ എടുക്കാം. ഇതെന്താ ഇങ്ങനെ കവറിലാക്കി ഇങ്ങനെ മേടിച്ചേക്കുന്നേ? ഇതെന്താ ഇങ്ങനെ കവറിലാക്കി മേടിച്ചേക്കുന്നേ? ഗേറ്റ് അടയ്ക്കണേ. എന്താ പരിപാടി? ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും നോക്കണ്ടേ? നമ്മൾ രാവിലെ പോയത്. നമ്മൾ എത്ര മണിക്ക് പോയത്? 10 മണിക്കോ? 10 മണിക്ക് പോയത്. അപ്പം സമയം 2 മണിയായി. എൻ്റെ കുരുമുളക് കെട്ടിന് പൊട്ടിപ്പോയത് മേടിക്കാൻ പറ്റിയില്ല. കുപ്പി സാരമില്ല, എന്ത് ചെയ്യാനാ. ഈ പാലെടുത്ത് വെച്ചോണ്ട് കൂട്ടാ. ഇല്ല, എടുത്ത് വെച്ചോ. ഫ്രീസറിലേക്കല്ലേ വെക്കണ്ടേ? നമ്മൾ പൊതുവെ പാല് ഇപ്പം അമ്മയ്ക്ക് സുഖമില്ലാതായി പിന്നെ അങ്ങനെയാണ് മേടിക്കുന്നത്. ബൾക്കായിട്ട് അങ്ങ് മേടിച്ചു വെക്കുവേ. ഈ തൈര് എന്നാ ചെയ്യണ്ടേ? തൈര് താഴെ വെക്കണ്ടേ? താഴെ വേണം പൊട്ടി. താഴെ വെച്ചു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്തിനാടെ എണ്ണ? ഞാൻ കറക്റ്റ് മേടിച്ചത് കറക്റ്റ് ഉണ്ടോന്ന് എനിക്കറിയണ്ടേ. എല്ലാം കൂടി ഇടുവോ? ഇവിടെ പറയാം. ഒതുങ്ങിയിരിക്കണേ ചേട്ടാ. മീൻ വറക്കുന്ന കുട്ടിയാവും. പറ്റും. നമ്മൾ പൊതുവേ ഈ സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് കവർ നമ്മൾ വണ്ടി തന്നെ വെക്കും. കാരണം ഇപ്പം മിക്ക ഷോപ്പിലും ഏത് ഷോപ്പ് എടുത്ത് നോക്കിയാലും എല്ലാ ഷോപ്പിലും നമ്മൾ പിന്നെ കവറിന് പൈസ കൊടുക്കണം. കുഞ്ഞ് മാർക്കറ്റ് ഉൾപ്പെടെ ഏത് ഷോപ്പിൽ പോയാലും നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഇതേപോലെ ചെറിയ തുണിക്കവറാണേ, ഇതേപോലെ ഈ കവർ നമ്മൾ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് അത് പിന്നെ ഇതുപോലെ മുടക്കി സൂക്ഷിച്ച് വെക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ. അങ്ങനെ
മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ മീനൊക്കെ കഴിച്ച് കുറച്ച് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ഇന്ന് രാവിലെ പോയതാ വീട്ടിൽ. അപ്പോൾ ശരി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ.